ഹായ്, അമല സ്വാഭാവികമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ചായയുടെ കഴിഞ്ഞപ്പോൾ നമുക്ക് വഴി വൃത്തിയാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കിണർ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ അതിന് ശേഷം ഇങ്ങോട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. തീരെ വരാറില്ല കേട്ടോ. അത് കാരണം ഇവിടെ പറമ്പിൽ ഫുള്ള് കാട് പിടിച്ച പോലെയാണ് പുല്ല് പൊന്തി നിൽക്കുന്നത്. ഇത് കണ്ടോ, 9 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണത്തിന് കാണുന്നില്ല, ബാക്കിലെങ്ങാനും ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ദേ നല്ല വെയിലല്ലേ, അപ്പൊ ഓട്ടോറിക്ഷയുടെ അടിയിൽ വന്നിരിക്കുക. അപ്പൊ ഈ പുല്ലാണെന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് പിടിച്ച് മുറിക്കാനും അല്ലെങ്കിൽ കട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ആ പുല്ലിന്റെ രണ്ട് സൈഡും നല്ല മൂർച്ചയാ, കൈ കൊണ്ടാ മുറിയോ അങ്ങനത്തെയാണ് കേട്ടോ. ദേ നിറയെ പൂമ്പാറ്റകൾ പറക്കുന്നുണ്ട്. അപ്പൊ ദേ കുറച്ചെങ്കിലും ഒന്ന് വെട്ടിയിടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ദേ നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ ഫുള്ളും വെട്ടി ചെത്തി വൃത്തിയാക്കി കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു, ബാക്കി ദേ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ചൂടായ കാരണേ പാമ്പും ചേരയും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മുറ്റത്ത് പുല്ല് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വന്നു കിടന്ന് അറിയില്ലല്ലോ. അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു നിറയെ പാമ്പുണ്ട്, സൂക്ഷിക്കണം, അപ്പുറത്തെ പറമ്പ് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കല്ലേ കാട് പിടിച്ചിട്ട്. അപ്പൊ വല്ല ഇഴജന്തുക്കളൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ നിറയെ പന്നികളും ഉണ്ട്. രാത്രിയാകുമ്പോൾ മുരളിച്ചൊക്കെ കേൾക്കാം. മതിൽ കെട്ടി കഴിഞ്ഞാൽ സേഫാണ്. പക്ഷെ ഫൗണ്ടേഷൻ കെട്ടാൻ തന്നെ ഒരു സൈഡ് നല്ലൊരു എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 6 അടി ഹൈറ്റിനാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത്. അതും ബെൽറ്റൊക്കെ വാർത്തിട്ട് ഉറപ്പിന്. അപ്പൊ ഒത്തിരി പൈസ അതിൽ ഇറങ്ങിയ കാരണേ മതിൽ പണി മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പൊ അതേ നമ്മുടെ വീട്ടില് പണിതേന്റെ ബാക്കി മരക്കഷ്ണങ്ങളൊക്കെ പ്ലൈവുഡിന്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ മഴ കൊള്ളാണ്ടിരിക്കാൻ ടാർപ്പായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ട, ആ വഴിയൊക്കെ മുന്നത്തെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. ഒരാളെയും കാട്ടി ഹൈറ്റിൽ പുല്ല് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, വെട്ടാൻ പറ്റാതെ. അപ്പൊ ഞങ്ങളവിടെ വെട്ടുകത്തി ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ വാളുകത്തി. അപ്പൊ രാജാന്റെ വീട്ടിലുണ്ട് പറഞ്ഞപ്പോ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്ന് കുറെയൊക്കെ വെട്ടിയാഞ്ഞ് വൃത്തിയാക്കിയിട്ടോ. ഇപ്പൊ ആൾക്കാരെയൊക്കെ കാണാൻ വന്നു. പഞ്ചായത്തിന്റെ സ്ഥലമല്ലാത്ത കാരണമായിരിക്കാം വഴിയൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് തൊഴിലുറപ്പുകാർ വരാത്തത്. പക്ഷെ പാലക്കാടൊക്കെ വരാറുണ്ട് കേട്ടോ. നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴുകി മുകളിൽ കൊണ്ടിട്ടതാട്ടോ. ഒറ്റണക്കത്തിന് ഏകദേശം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ നന്നായി പൊട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടെ ഒന്ന് വെയിലത്തിട്ടിട്ട് ഞെട്ടിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പൊടിക്കാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മുളക് വാരിയൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ രാവിലെ ചെയ്ത പണിയുടെ ബാക്കി ചെയ്യാൻ നിന്നു കേട്ടോ. മഴ പോയപ്പോൾ നല്ല വെയിലാണ്. അപ്പൊ ഏതായാലും മഴ കുറച്ച് കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ അപ്പുറത്തെ മരത്തിന്റെ കൊമ്പ് നമ്മളെ പറമ്പിൽ വീണ് കിടക്കുന്നതാണ്. ഏതായാലും ചെല പിടിച്ച് പോവാ. അപ്പൊ പിന്നെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അടുപ്പ് കത്തിക്കുകയും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിക്ക് നിന്നതാണ് കേട്ടോ. ഇതൊക്കെ സ്ലാബിന്റെ അടിയിൽ കൊണ്ടുവച്ചാൽ നമുക്ക് എളുപ്പെടുത്ത് കത്തിക്കാലോ. വിറക് വരെയോ ഷീറ്റിറക്കോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിറക് വാങ്ങിക്കാത്തതൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് വേണം. ഇച്ചിരി വിറകും കൂടെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം അടുപ്പ് കത്തി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസും ചെലവും കുറയും. അപ്പൊ ആ പരിപാടിക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാ സൗകര്യം കൂടെ എത്തിക്കിട്ടിയിട്ടില്ല. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടിക്കൊക്കെ നിൽക്കുക. ഇതിപ്പോ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചു എന്ന് മാത്രം. അതെ, ഇവിടെ കുറച്ച് പുല്ലും കൂടി ഉണ്ട് കേട്ടോ. അത് ചെത്താൻ പറ്റിയിട്ടില്ല. അതിനിടയിൽ ജലദോഷമൊക്കെ പിടിച്ചപ്പോഴേ തല ഒരുപാട് നേരം കുമ്പിട്ട് നിൽക്കാനും പറ്റുന്നില്ല. തലേദിവസം പുല്ലൊക്കെ ചെത്തിയപ്പോഴത്തേന് വൈകുന്നേരം ആകുമ്പോഴത്തേന് മേലൊക്കെ നന്നായി ചൂടെടുത്തോട്ടാ. എനിക്ക് പേടിയായി. ഞാൻ വേഗം ഒരു പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിച്ച് കിടന്നു. കാരണം നല്ല കുളിരും ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പാരസെറ്റമോളിന്റെ പവറിന് രാവിലേക്ക് ഓക്കെ. പനി വന്നാൽ പെട്ടു. 2 ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നെ ആ 2 ദിവസത്തിന് ഒരാഴ്ചക്ക് പണിയായിരിക്കും. ഇനി പോയിട്ട് ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിക്കണം. ഏട്ടനെ വിളിക്കണം. ഏട്ടൻ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോ? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. 4 മണിക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പലഹാരം? ഇവിടെ രാവിലെ ഉണ്ടാക്കിയത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.